ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ അപ്ഡേറ്റ്സ് ആണ്. ഈ കീ അപ്ഡേറ്റ്സിൽ ആദ്യമേ തന്നെ ട്രംപ് ഇന്നലെ ഇറാന് ഒരു 48 അവേഴ്സ് ടൈം ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഡീലിലെത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് ഇറാൻ്റെ പുതിയ റെജീം, നിങ്ങൾ പുതിയ റെജീം എന്ന് പുള്ളി തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. പുതിയ റെജീം വന്നതായിട്ട് പ്രത്യക്ഷത്തിൽ നമുക്കൊന്നും അതിനകത്ത് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ട്രംപിന് കാണാൻ കഴിയുന്നുണ്ട് പുതിയ റെജീം വന്നിട്ടുണ്ടെന്നൊക്കെ ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ട് ഇറാനെ കൃത്യമായിട്ട് ഒരു ഡീലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് 48 മണിക്കൂർ ടൈം ലൈനാണ് ട്രംപ് കൊടുത്തിരുന്നത്. അതിനെ ഇന്ന് ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുമായിട്ട് ആരും ചർച്ച നടത്തിയിട്ടില്ല, ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള താല്പര്യങ്ങളും ഇല്ല എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. എനിവേ, പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഡീൽ അടിച്ചു പിരിയാനുള്ള കാരണം എന്താണെന്നുള്ളതും കൂടി നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട്. ഇസ്രായേലും അമേരിക്കയും ഇറാൻ്റെ ഉള്ളിൽ പെട്രോ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, പെട്രോളിയം പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന, അതുപോലെ തന്നെ പെട്രോ കെമിക്കൽ എണ്ണ ഫിൽട്ടർ ചെയ്യുന്ന റിഫൈനറികൾ, ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നേരെ താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇറാനിൽ ഖുഷസ്ദാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പെട്രോ കെമിക്കൽ കമ്പനി നിന്ന് കത്തുന്നത്. ഇറാന് വൻ നഷ്ടം തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല. ഇറാൻ ഇറാഖ് ബോർഡറിൽ മിലീഷ്യ ഗ്രൂപ്പുകൾ തമ്മിൽ, തീവ്ര നിലപാടുള്ള മിലീഷ്യ ഗ്രൂപ്പുകൾ വല്ലാത്ത രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ സദൻ സലാമഖെ എന്ന് പറഞ്ഞ ഇറാൻ്റെ സദൻ ഏരിയയിലുള്ള ഇറാഖിൻ്റെ ബോർഡർ അടച്ചിരിക്കുകയാണ്. ആ ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇറാഖിൽ നിന്നും ഇറാനിലോട്ടും ഇറാനിൽ നിന്നും ഇറാഖിലോട്ടും പാസ് ചെയ്ത് പോകാൻ കഴിയില്ല. ഇറാനിലെ ബുഷൈർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ ചുറ്റിപ്പറ്റി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാർത്തയാണെന്നുണ്ടെങ്കിൽ അവിടെ റേഡിയേഷൻ ലീക്കേജ് ഇല്ല എന്നുള്ളൊരു കൺഫർമേഷൻ വരുന്നുണ്ട്. പക്ഷേ ആക്രമണം ഇന്നലെ രാത്രിയാണ് നടത്തിയത്. സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൽ ഒരു കപ്പലിന് നേരെ IRGC ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളൊരു ആരോപണം ഇതുവരെ തെളിയിച്ചിട്ടില്ല. ഒരു ആരോപണം, ആ ഒരു ആരോപണത്തിൻ്റെ പേരിലാണ് അതിലെ കടന്നു വന്ന ഷിപ്പിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. അത് വലിയ രീതിയിൽ തന്നെ തീഗോളമായിട്ട് നിന്ന് കത്തുകയാണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൽ. ട്രംപ് ആണെങ്കിൽ ഈ 48 മണിക്കൂർ ഞാൻ തന്ന ടൈം ലൈൻ നിങ്ങൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ ഗോ ടു ഹെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ ഇനി നരകം കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ ട്രംപ് അടുത്ത് ഇറാൻ്റെ മേൽ വെച്ചിരിക്കുന്ന ഭീഷണി. ഇന്നലെ പറഞ്ഞിരുന്നു ഞാൻ ശിലായുഗത്തിലേക്ക് നിങ്ങളെ മടക്കി അയക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അവർ ഫയർ ഹെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിവേ, ഏത് തരത്തിലുള്ള നരകത്തിലേക്കാണ് ട്രംപ് ഇറാനെ കൊണ്ടുപോകാൻ പോകുന്നത് നമുക്കറിയില്ല. ഇത് ജസ്റ്റ് ഓൺലി ഡയലോഗ് മാത്രമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അവിടെ ആക്രമണം നടത്തുന്നതെല്ലാം ഇസ്രായേലാണ്. ഇറാൻ്റെ IRGCയുടെ മെമ്പറായിട്ടിരുന്ന ചീഫ് ഓഫ് സ്റ്റാഫ് പൊസിഷനിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് സുലൈമാനി. ഈ സുലൈമാനിയെ എലിമിനേറ്റ് ചെയ്തതും അമേരിക്ക തന്നെയാണ്. അതേസമയം സുലൈമാനിയുടെ ഒരു ഗ്രാൻഡ് നീസിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവർ സോഷ്യൽ മീഡിയയിൽ ഈ ടോട്ടാലിറ്റേറിയൻ എന്നുള്ള ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചുകൊണ്ട് IRGCയുടെ പ്രൊപ്പഗൻഡ ഇൻഡയറക്റ്റ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ രണ്ടുപേരെയും ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഹമീദെ സുലൈമാനിയും അഫ്ഷർ സുലൈമാനിയുമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടാലിറ്റേറിയൻ തിയറിയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിച്ചിരുന്ന ഈ രണ്ടുപേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ടോട്ടലായിട്ട് അകത്ത് കിടക്കുമെന്ന് തീരുമാനമെടുത്തിരിക്കുന്നത് അമേരിക്ക. ഇനി നമ്മൾ നേരെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ചില നിർണായക വിഷയങ്ങൾ പങ്കുവെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. ഇന്ത്യ ഒരു ക്യാവിറ്റേഷൻ ടണൽ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ക്യാവിറ്റേഷൻ ടണൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കണം, ആ ടെർമിനോളജിയിൽ തന്നെ ഉണ്ട് ക്യാവിറ്റേഷൻ, ഒരു ക്യാവിറ്റി. അത് അണ്ടർഗ്രൗണ്ടിൽ ഒരു ടണൽ നിർമ്മിച്ചിരിക്കുകയാണ്. ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ സബ്മറൈൻസ്, ഫോറിൻ സബ്മറൈൻ ആയിക്കോട്ടെ, അതേപോലെ ഇന്ത്യയിലുള്ള സബ്മറൈൻ ആയിക്കോട്ടെ, ഇവർക്കെല്ലാം ഈ സബ്മറൈൻസിനെല്ലാം സർവീസസ് വേണ്ടി വരും, മെയിൻ്റനൻസ് വേണ്ടി വരും. പല കമ്പനികളും AMC മാതൃകയിലുള്ള പല MRO ഫെസിലിറ്റീസ് വരെ ഇന്ത്യക്കുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം യൂറോപ്പിലെ ടൈസൺ ഗ്രൂപ്പ് കമ്പനി ആയിക്കോട്ടെ, ഫ്രാൻസിൻ്റെ സ്കോർപ്പിയൻ കമ്പനി ആയിക്കോട്ടെ, ഇപ്പോൾ ഇതുപോലെയുള്ള യൂറോപ്പിലെ സ്കോർപ്പിയൻ സബ്മറൈനുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ്റനൻസ് വർക്ക് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഇന്ത്യക്കുള്ളിൽ എല്ലാ ഫെസിലിറ്റീസും കൃത്യമായിട്ട് ഫുൾ സേഫ്റ്റി പ്രൂഫോടുകൂടി ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ സബ്മറൈൻസ് ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് റിപ്പയർ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഓപ്പൺ സ്പേസിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന പരിപാടികളല്ല ഇതൊന്നും. അപ്പം അതുകൊണ്ട് സ്റ്റെൽത്തി ക്യാവിറ്റി ടണലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വിശാഖപട്ടണത്താണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളുടെ സബ്മറൈൻസ് ഇവിടെ കൊണ്ടുവന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ഒരു സൈഡിലിരിക്കട്ടെ, ഇന്ത്യയിലുള്ള സബ്മറൈൻസ് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് സ്റ്റെൽത്ത് ഫെസിലിറ്റിയോടുകൂടി നമുക്ക് ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത്രയും നാളും ഇന്ത്യയിൽ ഇങ്ങനൊരു സംവിധാനമില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇങ്ങനൊരു സംവിധാനം DRDO ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ചെറിയ ക്യാവിറ്റി ടണലല്ല, ഇത് ഒരു ലാർജ് ക്യാവിറ്റി ടണലാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. നിലവിൽ ലോകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സബ്മറൈനെയും ഇതിനകത്ത്
അഫോർഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 2026 അവസാനിക്കുന്നതിന് മുമ്പായിട്ട് 20 എഞ്ചിനുകൾ GE കമ്പനി HALന് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20 എണ്ണം. എനിവേ നമുക്ക് നോക്കാം. ഇതുപോലെ പല പ്രോമിസുകളും കടന്നു പോയിട്ടുണ്ട്. ഇനി ഇതും കടന്നു പോകുമോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞതുപോലെ 20 എഞ്ചിൻ GE കമ്പനി തരുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. നമ്മൾ തേജാസ് MK1A ഫൈറ്റർ ജെറ്റിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. F404 കാറ്റഗറിയിൽ വരുന്ന GE എഞ്ചിൻ. പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖവജ ആസിഫ് ഇന്ത്യയിലെ RSSനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. RSSനെതിരെ പറയാനുള്ള കാരണം വെച്ചാൽ സ്ട്രൈക്ക് RSS ക്യാമ്പ്സ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. RSSന്റെ ക്യാമ്പുകളെ അറ്റാക്ക് ചെയ്യാനുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു റീജിയണൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ടെൻഷനൊന്നുമില്ല. പാകിസ്ഥാന് കൊണ്ട് അറ്റാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു അവസ്ഥ വെച്ച് നോക്കി കഴിഞ്ഞാൽ ശക്തമായി തിരിച്ചടിക്കും. ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടന ഇന്ത്യയിലുള്ള ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ, അതും RSSുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കേന്ദ്രങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ പൊട്ടിത്തെറിയോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നെങ്കിൽ പാകിസ്ഥാൻ്റെ പേര് വരും എന്നുള്ളത് 100% ഉറപ്പാണ്. ശരിക്കും ഇയാൾ പൊട്ടനാണ്. ഇങ്ങനെയൊന്നും ഡയലോഗ്സ് പറയാൻ പാടില്ല. ഇയാൾ പലതും ഇങ്ങനെ വിളിച്ച് പറയും. പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് താലിബാനെ വളർത്തിയ കഥകളൊക്കെ അമേരിക്കയിൽ തന്നെ TV ചാനലിൽ പോയിരുന്ന് വിളമ്പിയ ആളാണ് ഈ വ്യക്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖാജ ആസിഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ വലിയ രീതിയിൽ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല. പിന്നെ പൊതുവിൽ ഈ RSS എന്നുള്ളത് ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്ന BJP പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പോഷക സംഘടനയാണ്. ആഗോളതരത്തിലുള്ള തീവ്രവാദ ശൃംഖല അതിനകത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനങ്ങനെ ഒരു സ്വഭാവം ഇല്ല എന്നുള്ളതാണ് മൊത്തത്തിലുള്ള വിലയിരുത്തൽ. പാകിസ്ഥാൻ നടത്തിയ മീഡിയേഷൻ, ഈ ചർച്ച എന്തുകൊണ്ടാണ് പൊളിഞ്ഞത്? എവിടെ വെച്ചാണ് ഇതിന് അടിതെറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൈഡിൽ അമേരിക്ക അവരുടെ വ്യൂ പോയിന്റ്സ് പാകിസ്ഥാനുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. ഒരു സൈഡിൽ ഖത്തറും തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കി ഖത്തറിൻ്റെ താല്പര്യങ്ങളുമായിട്ടൊക്കെ ഈ വിഷയങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ തുർക്കിയും ഈജിപ്തും പാകിസ്ഥാനും കൂടി ചേർന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു സീസ് ഫയറിൽ എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് കിണഞ്ഞ് പരിശ്രമിച്ചു. അത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രശ്നമുണ്ടായി. ഈ പ്രശ്നം എന്താണ് ഉണ്ടായെന്ന് വെച്ചാൽ അബ്ബാസ് അറക്ചിയുമായിട്ടാണ് ഇവർ സംസാരിച്ചത്. അബ്ബാസ് അറക്ചിയുമായിട്ട് സംസാരിച്ചപ്പോൾ പ്രാഥമികമായിട്ട് ചില പോയിന്റുകളൊക്കെ അബ്ബാസ് അറക്ചി പാകിസ്ഥാനുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ ഈ പോയിന്റുകളൊന്നും കൃത്യമായിട്ട് അമേരിക്ക എടുത്ത് സംസാരിച്ച് അതിനൊരു കൺസെന്റ് വാങ്ങിയില്ല. നമ്പർ 1. രണ്ടാമത്, അമേരിക്ക ആവശ്യപ്പെട്ടത് മിഡിൽ ഈസ്റ്റിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച വേണം എന്ന് ആവശ്യപ്പെട്ടു. അതിന് പ്രധാനപ്പെട്ട കാരണം MBSുമായിട്ട് ഡൊണാൾഡ് ട്രംപ് 4 ദിവസങ്ങൾക്ക് മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ MBSന്റെ ആവശ്യപ്രകാരം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയും കൂടി ചർച്ചയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ആ റിക്വസ്റ്റ് പാലിക്കാൻ വേണ്ടിയിട്ട് ട്രംപ് പാകിസ്ഥാന് മെസ്സേജ് കൺവേ ചെയ്തു, മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളെ പങ്കെടുപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അബ്ബാസ് അറക്ചി അവരുടെ കൺസെന്റ് പിൻവലിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇൻസൈറ്റ്സ് മലയാളത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ യുദ്ധം സ്റ്റോപ്പ് ആവാൻ പോകുന്നില്ല, ഇത് മുന്നോട്ട് തുടരും. കാരണം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അമിക്കബിളി സൊല്യൂഷൻ കണ്ടെത്തേണ്ടതുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയം UAEയും ഇറാനും ഇടയിലുള്ള ഒരു തർക്കമുണ്ട്, ഐലൻഡ് തർക്കം. ആ തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമായിട്ട് കൂടി ഇതിനെ UAE കണക്കാക്കുന്നുണ്ട്. UAE മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലുള്ള മറ്റുള്ള രാജ്യങ്ങളും കൂടി കണക്കാക്കുന്നുണ്ട്. കാരണം ആ ഐലൻഡിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഐലൻഡ് മൊത്തത്തിൽ UAEക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഒരു ഗ്രിപ്പ് കിട്ടുകയാണ് UAEക്ക്. അപ്പോൾ അത് പ്രധാനമായിട്ടും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ ചർച്ച മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ അവിടെ വെച്ചിട്ടാണ് പണി പാളിയത്. കാരണം ഈ ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ ഈ ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഈ മിഡിൽ ഈസ്റ്റിലുള്ള മറ്റുള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ച് UAE മുന്നോട്ട് വെക്കുമെന്നുള്ളത് ഇറാന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഇറാൻ മുങ്ങി. അതാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാന്റെ ഈ വെടിനിർത്തൽ കരാറിന് വേണ്ടിയിട്ടുള്ള ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ്. റീജിയണൽ മീഡിയേറ്റേഴ്സിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ ഇറാന് താല്പര്യമില്ല. അത് റീജിയണൽ മീഡിയേറ്റേഴ്സിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാണ്ട് എങ്ങനെയാണ് പിന്നെ ഇതിനകത്തൊരു സമാധാനം കൊണ്ടുവരാൻ പറയുന്നത്? അവർക്കെല്ലാം സ്റ്റേക്ക് ഉണ്ടല്ലോ ഇതിനകത്ത്. UAEക്ക് സ്റ്റേക്ക് ഉണ്ട്, ബഹ്റൈന് സ്റ്റേക്ക് ഉണ്ട്, കുവൈറ്റിന് സ്റ്റേക്ക് ഉണ്ട്, ഖത്തർ, സൗദി അറേബ്യ, ഇവർക്കെല്ലാം ഇതിനകത്ത് സ്റ്റേക്ക് ഉണ്ട്. ഇൻക്ലൂഡിങ് ഒമാന് വരെ ഇതിനകത്ത് സ്റ്റേക്ക് ഉണ്ട്. പിന്നെ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടല്ലേ ചർച്ച നടത്താൻ പറ്റും. അപ്പോൾ ഇറാന്റെ അബ്ബാസ് അറക്ചി എന്താണ് വിചാരിച്ചിരിക്കുന്നത്? അമേരിക്കയുമായിട്ട് വാഷിംഗ്ടണുമായിട്ട് മാത്രം ചർച്ച നടത്തി ഇതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാമെന്നാണോ? ശരിക്കും വാഷിംഗ്ടണിനും ഇറാന് വിശ്വാസമില്ല, ടെഹ്റാനും വാഷിംഗ്ടണിന് വിശ്വാസമില്ല. അപ്പോൾ ആ രീതിയിൽ രണ്ടുപേർക്കും പരസ്പരം വിശ്വാസമില്ല. അതിലുപരിയായിട്ട് പാകിസ്ഥാനെ ആർക്കും വിശ്വാസമില്ല. പാകിസ്ഥാൻ ഇറാനോടൊപ്പം നിന്ന് വാഷിംഗ്ടനെ ചതിക്കുമെന്നുള്ളൊരു ചിന്ത ട്രംപിനുണ്ട്, മറ്റുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കുമുണ്ട്. അതേപോലെ ഇറാനാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ വെസ്റ്റേൺ രാജ്യങ്ങളോടൊപ്പവും അതേപോലെ തന്നെ സുന്നി രാജ്യങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഇറാനെ ചതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളൊരു ബോധ്യമാണ് ഇറാനുള്ളത്.
പാകിസ്ഥാനെ ചർച്ചയ്ക്ക് തിരഞ്ഞെടുത്തതാണ് ഇതിലെ ഏറ്റവും വലിയ ഫ്ലോപ്പ്. അതുകൊണ്ടാണ് ചർച്ച പരാജയപ്പെടുന്നത്. ഇന്ത്യ മൂന്നാമത്തെ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്, കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. വിശാഖപട്ടണത്താണ് കമ്മീഷൻ ചെയ്തത്. മൂന്നാമത്തെ സബ്മറൈനാണ്. INS അരിദാമൻ എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഇന്ത്യയുടെ സബ്മറൈനാണ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഡെവലപ്പിംഗ് ന്യൂ സ്റ്റെൽത്ത് ICBM ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 5 10,000 കിലോമീറ്റർ റേഞ്ചുള്ള ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കാനാണ് ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.